ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഭയങ്കര ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നൊരു ദിവസമാണ്. എന്താണെന്നറിയില്ല, ഇന്നലെ ഭയങ്കര തലവേദനയായിരുന്നു. അത് നിങ്ങൾക്ക് എൻ്റെ പ്രീവിയസ് വ്ളോഗിൻ്റെ എൻഡിങ് കാണുമ്പോൾ മനസ്സിലാവും. അന്നത്തെ എൻഡിങ് പോലും കൺക്ലൂഷൻ പോലും ഞാനല്ല ചെയ്തത്. അപ്പം ഭയങ്കര തലവേദനയുണ്ട്. കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. പപ്പ ഓഫീസിൽ പോയി. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പപ്പയ്ക്കുള്ളത് അമ്മ ഓൾറെഡി കൊടുത്ത്. ഇനിയിപ്പോൾ ഞങ്ങൾക്കുള്ളത് മാത്രമായിട്ട് ചൂടോടെ അവിടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ അടയാണെന്ന് തോന്നുന്നു. അടയല്ലേ? അടയാണ്. കാരണം അമ്മ മധുരമുള്ള അട വേണോ മധുരം ഇല്ലാത്ത അട വേണോ എന്ന് എന്നോട് കുറച്ച് മുന്നേ ചോദിച്ചു. അപ്പം അടയാണ് സംഭവം. അപ്പോൾ യെസ്, ബ്രേക്ക്ഫാസ്റ്റ് ഇസ് അട. ഇതിൽ മധുരമുള്ളത് ഉണ്ട്. മധുരമുള്ളത് ഓക്കെ. ഇത് നമ്മൾ ഇലയിൽ ഇതാക്കിയതാണ്. അതുകൊണ്ടാണ് ഇലയുടെ പീസ്, വാഴ ഇലയുടെ പീസ്. അടയൊന്നും നമുക്ക് എപ്പോഴും ജർമ്മനിയിൽ ഉണ്ടാക്കാനും കഴിക്കാനൊന്നും പറ്റില്ല. സോ ഞങ്ങളിവിടെ പാക്കിംഗ് ഒക്കെ ചെറുതായി സ്റ്റാർട്ട് ചെയ്തു. ഈ ഏരിയയിൽ എന്തെങ്കിലും ഉണ്ടോ? പുതപ്പുണ്ട്. ഇത്രയൊക്കെ തന്നെയല്ലേ ഉള്ളൂ. എൻ്റെ മിക്സി വെച്ചില്ലല്ലോ. ഇവിടെ ഞാൻ എൻ്റെ കാക്കപ്പുള്ളി തൊട്ടിട്ട് അമ്മേനെ തൊട്ടു. ആയുധമാണ് എന്നെ ഇനി. മോനെ അങ്ങനെ ചെയ്യില്ല. മോനോ? ഈ കുട്ടി എന്നാ ശല്യം. എന്തൊരു കുട്ടി. എന്താന്ന് എന്ത് കുട്ടിയോ? മതിട്ടാ, ഒളിച്ച് കളിക്കണ്ടാ. ഒളിച്ചേ എന്നാ ഒളിച്ചോ. പോ, നമുക്ക് വേറെ കളി കളിക്കാം. കുട്ടീനെ എങ്ങനെ ചേച്ചി, നീ എന്തിനാ നിന്റെ സ്പേസ് ഇങ്ങനെ കളയണത്? ജീവൻ കൊടുക്കണതൊക്കെ കാണിച്ചിട്ട് എന്താ മുന്നേ ഇവിടെ മുടിവെട്ടാണ് നടക്കുന്നത് ഗായ്സ്. ഭാവിയുടെ ഇത് ഇത്ര ലെങ്ത് ഉള്ളത് ഒന്ന് ക്രോപ്പ് ചെയ്യണം. ക്രോപ്പ് അല്ല, ബോബ് ചെയ്യാണ്. നമ്മൾ ഇത്രയും വെട്ടും. കാരണം നമ്മൾ ജർമ്മനി പോയി കഴിഞ്ഞാൽ ഇത്രയും സ്കില്ലുള്ള ആൾക്കാരില്ല. ഈ ഇങ്ങനെ ആക്കി വെട്ടുന്ന ആളില്ല. എങ്ങനെയാണെന്നറിയോ? ഭാവി കാണിക്ക്. അത്ര പിടിക്കണ്ട. നമ്മൾ യു കട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്താ ഫ്രണ്ടിൽ ചെറിയൊരു ഇതും കൊടുത്തിട്ടുണ്ട്. അത് ബാങ്ക്സ് സെറ്റ് ചെയ്തിടുമ്പോ നല്ല ഭംഗിയാവും. അതനുസരിച്ചൊക്കെ ഇതൊക്കെ തന്നെ ഓരും ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോ വലിയ സംഭവങ്ങളൊന്നുമില്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഹാപ്പി കസ്റ്റമർ. ഹാപ്പി കസ്റ്റമർ. വെട്ടർ പിടിക്കർ. ഞാനാണ് പിടിച്ചത്, അമ്മയാണ് വെട്ടിയത്. ഓക്കെ, കണ്ടോ മുടി കിടക്കുന്ന ഉണ്ടോ? നീ പൈസ തടി, ഞങ്ങക്ക് 2000 ഗിവ്. ദുഡ് കൊടി. മോഡൽ വെട്ടലാണ്.
അങ്ങനെ ഞങ്ങളുടെ മുടിവെട്ടെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും പപ്പ ഞങ്ങൾക്ക് വേണ്ടി KFC ഒക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങൾ നേരെ KFC കഴിക്കുമായിരുന്നു. ഞങ്ങളുടെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് KFC, എസ്പെഷ്യലി ഇവിടുത്തെ KFC. ഞങ്ങളിതാ പപ്പ സൈഡായി. ഞങ്ങളിനി നാളെ രാവിലെ എണീക്കണമെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങണം. പപ്പ കൂർക്കം വലിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത് ഗൈസ്. പാവം നല്ല ക്ഷീണമുണ്ട്. ഞങ്ങൾക്കിന്ന് KFC ഒക്കെ മേടിച്ച് തന്നു. ഇനിയിപ്പോൾ പോവാൻ ഇനിയിപ്പോൾ നാളത്തെ ഒരു ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പോവുമല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഗൾഫിലെ KFC ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പപ്പ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ പോയിട്ട് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ പാവം നല്ല ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് നമുക്കൊരു മത്തല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ see you in my next vlog. നാളത്തെ വ്ളോഗിൽ കാണാം. Until then, bye bye.